നമ്മുടെ മാഫ്റ്റിക് എന്ന് പറഞ്ഞ ചാനലില്ലേ അല്ല ആദർശം കൂടി പുതിയൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞിട്ടു. അപ്പം അതിൽ നല്ലൊരു വേഷം ഇയാൾക്ക് തന്നെ എങ്ങനെയാണ് സ്വീകരിക്കുക? ശക്തമായൊരു വേഷമാണ് അതിന്. സ്വീകരിക്കോ? നിനക്കൊരു അവസരം തരാന്ന് അവർ ആലോചിച്ചിട്ടുള്ളൂ. ഇനി അവര് കേട്ട് കഴിഞ്ഞാൽ കട്ട് ചെയ്യും ചിലപ്പോ. മിസ്റ്റർ, ഇദ്ദേഹത്തിന് പറ്റിയ വേഷം ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? പിന്നെ ഉണ്ടോ? പിന്നല്ലേ. എന്താണ് ഉദ്ദേശിക്കുന്നത്? വില്ലനാണോ നായകനാണോ? നമുക്ക് വില്ലനാക്കാം. മുട്ടക്കടിച്ച് മുട്ട അടിച്ചു കഴിഞ്ഞാൽ വേഷം കൊടുക്കാം അല്ലേ? മുട്ട അടിക്കാം. പിന്നെ ലോട്ടറി ടിക്കറ്റ് അടുത്ത ദിവസം റിലീസ് ആകും കേട്ടോ. ഞങ്ങളുടെ ഒരു പ്രതീക്ഷ പോസ്റ്ററൊക്കെ ഞങ്ങൾ വന്നു സപ്പോർട്ട് ചെയ്തു. താങ്ക് യു. ഞാന് സൂര്യ അച്ചു, അലിൻ ജോസ് പെരേര, മാഹിൻ മൂവാറ്റുപുഴ നന്ദിയുണ്ട് കേട്ടോ. ജിൻഡോ പേരില്ല, പുള്ളിയോട് നന്ദിയുണ്ട്. കാരണം പുള്ളി ഒന്ന് 6 ടണ്ണ് ഇറക്കി വിട്ടായിരുന്നെങ്കിൽ ഞാൻ പ്രതിക്കുന്ന സാധിക്കില്ല. മനസ്സിലായോ? കാരണം നമ്മള് ഇപ്പോ ഡെയിലി നല്ലതെന്നാണ് പറയുന്നത്. ഇറക്കി വിട്ടാൽ നല്ലതാണ്. കാരണം പുള്ളി ഇറക്കി വിട്ടപ്പോൾ നമ്മൾ തെറി പറഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് പിന്നെ പോയിട്ടില്ല. പക്ഷെ നമുക്കിപ്പോൾ ഡെയിലി ഇപ്പോൾ 5,000-5,000 മുകളിൽ സാലറി കിട്ടുന്നുണ്ട്. ഒരു മാസം ഇപ്പോൾ കഴിഞ്ഞ മാസം കുറവായിരുന്നു, 20,000 കിട്ടിയുള്ളൂ. മൊത്തം മാസം 5,000 രൂപ കിട്ടുന്നുണ്ടോ? മൊത്തം 20,000 കിട്ടിയുള്ളൂ മാർച്ചിൽ. ചില മാസങ്ങളിൽ കൂടും, 40-50 ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വരുമാനം ഉണ്ട്. പക്ഷേ വരുമാനം വരുന്നത് നമ്മൾ കോമിക്ക് കാണിച്ചാണ്. പക്ഷേ കോമിക്ക് കാണിക്കുന്നത് ഇന്നലെ ഞാൻ അത്ഭുതം കണ്ടല്ലോ. പെരേരയുടെ ലൈവ് കണ്ടായിരുന്നു ഇന്നലെ. ലൈവ് ഭയങ്കര നെഗറ്റീവ്, ആരും തെറിയില്ല. എന്താ സംഭവം? തെറിയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തെറിയില്ലാത്ത ലൈവ് ഞാൻ കാണുന്നത്. തെറിയുണ്ടതിനകത്ത് ഇല്ല ഞാൻ ഇന്നലത്തെ ലൈവ് ഭാഷ പറ്റിങ്ങി എടുത്തു വെച്ച് നോക്കും. കാരണം കുറച്ച് പേര് മാത്രമാണ് അത് ഫേക്ക് ഐഡിയ എന്ന് തോന്നുന്നു. എല്ലാവരും ഒരു ചേച്ചി വന്നിട്ടൊരു കമൻറ്റ്, ഒരു ലേഡി വന്നിട്ട് പറഞ്ഞു കേട്ടു, ഇയാളെ ഈ ലൈവും ഇതൊക്കെ നിർത്തി സോഷ്യൽ മീഡിയ എന്നൊക്കെ വിട്ട് നിന്ന നല്ലൊരു പെങ്കൊച്ച് വരും എന്ന് പറഞ്ഞൊരു കമൻറ്റ് വന്നായിരുന്നല്ലോ. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഞാൻ കണ്ടോണ്ട് പറഞ്ഞതാണ്. അത് പക്ഷേ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു വ്യക്തികൾക്ക് മറ്റേ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ 4,500 പേർക്ക് എറണാകുളം ജില്ലയിൽ നിന്ന് കല്യാണം കഴിക്കാത്ത ആൾക്കാരുണ്ട്. എന്താ കാര്യം എന്നുള്ള ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇദ്ദേഹം കോമാളിയല്ല, പക്ഷെ ഇദ്ദേഹം കാണിക്കുന്ന കോമാളിത്തരങ്ങൾ കണ്ടുകൊണ്ടാണ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യണേ. പക്ഷെ ഇദ്ദേഹം ഒരു കോമാളി എന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ഒരു പെങ്കൊച്ച് ജീവിതത്തിലേക്ക് വരാൻ നേരത്ത് എൻ്റെ ഹസ്ബൻഡ് ഒരു കോമാളിയാണെങ്കിൽ ഞാൻ എങ്ങനെ സഹിക്കും? ഒരു സിനിമാ തിയേറ്ററിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് പോകുമ്പോൾ ആളുകൾ കൂവിയാലോ അല്ലെങ്കിൽ ബഹളം വെച്ചാലോ എന്നുള്ളൊരു പേടിയുണ്ടാവും. അപ്പോൾ അതാണ് അവർ ഉദ്ദേശിച്ച പോയിന്റ്.